അവളെ ജയിലിലോട്ട് കിട്ടാൻ ബിഗ് ബോസ് കാത്തിരുന്നത് പോലെ അടുത്തത് ആര്യൻ. ഇത് ഇന്നലെ നടന്നിട്ടുള്ള ഒരു രസകരമായ ടാസ്കിന്റെ ഒരു പ്രൊമോയുടെ താഴെ വന്നിട്ടുള്ളതാണ്. ബിഗ് ബോസിൽ ഇന്നലെ ഒനിലിനും നമ്മുടെ ജിസേലിനും കാളരാത്രിയായിരുന്നു. ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ടഫ് ടാസ്ക് ആയിരുന്നു ജയിൽ ടാസ്ക് എന്ന് പറയുന്നത്. സമയം അറിയിച്ചുകൊണ്ടുള്ള, അതായത് രാവിലെ വരെ ഈ ഓരോ സെക്കൻഡും ഇങ്ങനെ 2 കമ്പി പോലത്തുള്ള സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അടിച്ച് രാവിലെ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ കറക്റ്റ് ടൈം പറയണം. അപ്പോൾ ഓരോ സെക്കൻഡ് നമ്മൾ എണ്ണി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒട്ടും രണ്ടുപേർക്കും ടേൺ ബൈ ടേൺ പോലും ഉറങ്ങാൻ പറ്റാത്ത ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിന്റെ താഴെ കണ്ട ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. ജിസേലിന്റെ ഇത് കിട്ടണം, കാരണം ഒരുപാട് റൂൾ ബ്രേക്കിങ്ങും കാര്യങ്ങളും ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ലാലേട്ടൻ ലാസ്റ്റ് വാണിംഗ് കൊടുത്തു, ബിഗ് ബോസ് കൊടുത്തു, ഇപ്പോഴും മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് റൂൾ ബ്രേക്കിംഗ് ആണ്. അക്ബർ പറഞ്ഞ കറക്റ്റ് ആണ്. റൂൾ ബ്രേക്കിംഗ് ആണ് ജിസേലിന്റെ ഗെയിം എന്ന് പറയുന്നത്. അതിലൂടെ അതൊരു വലിയ ചർച്ചയാക്കുകയും എന്തായാലും എവിക്ട് ചെയ്ത് വിടില്ല എന്ന് ജിസേലിന് ഉറപ്പാണ്. കാരണം ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ. അപ്പൊ റൂൾ ബ്രേക്കിങ്ങിലൂടെ ആ വീട്ടിലൊരു ചർച്ചാ വിഷയമാവുകയും അത് സാറ്റർഡേ വന്ന് ലാലേട്ടൻ തലോടലും അല്ലെങ്കിൽ ഒരു ചീത്ത പറയുകയും അപ്പൊ നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുമല്ലോ. അപ്പൊ അതാണ് ജിസേലിന്റെ ഗെയിം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഗെയിമർ എന്ന് പറയുമ്പോൾ അതൊരു ബിഗ് ബോസിന്റെ റൂൾ ഇതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. റൂള് തെറ്റിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ആർക്കും പറ്റും. അത് ബിഗ് ബോസിന് ലാലേട്ടനെ പേടിയില്ലാതിരുന്നാൽ മാത്രം മതി. സോ അതിന് ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അവർക്കൊരു വില കൊടുക്കാത്ത രീതിയിലുള്ള ബിഹേവിയർ ആണല്ലോ ജിസേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ നല്ലൊരു 8ന്റെ പണി കൊടുത്തു. അതുപോലെ അതിൽ ഒന്നിലും പെട്ടു. ഒന്നിലും ഈ കഴിഞ്ഞ ഒരു ടാസ്കിനിടയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി, ആരും ചിരിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ച രീതി വളരെ നമുക്ക് തെറിയെന്ന് വിളിക്കാൻ പറ്റത്ത്. ഇങ്ങനെ ഒരു തെറി ഒന്നിൽ വിളിച്ചു എന്ന് മറ്റുള്ളവരോട് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബാഡ് വേർഡ്സ് ആണ് ഒന്നിൽ റെനയോട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ രണ്ടുപേരും കയ്യിൽ കിട്ടിയപ്പോൾ അവർ പ്ലാൻ ചെയ്ത് ഒരു 8ന്റെ പണി കൊടുത്തു എന്ന് പറയാം. ഇനി ജയിലിൽ പോകാൻ എല്ലാവരും ഇതുവരെ ടൂർ പോകുന്ന പോലെയായിരുന്നു. എല്ലാവർക്കും ജയിലിൽ പോകാം, കണ്ടന്റ് കിട്ടും, കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇനി കുറച്ചൊരു പേടി എല്ലാവർക്കും വന്നിട്ടുണ്ട്. എന്നാലും സൂപ്പറായി. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കമന്റ് അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? കമന്റ് ചെയ്യാം. താങ്ക് യു.